എന്താ ആരും പണിക്ക് വരില്ലേ? സിംഹം വരും പിടിക്കുന്നുള്ള വേജാറൊന്നുമില്ല. നമ്മളങ്ങനെ നിന്നോളി, ഇപ്പൊ വരും മക്കളെ. പേടിച്ച് പാഞ്ഞിട്ടാ നമ്മളിന്ന് കാട്ടാവുന്നാന്ന് ചോദിച്ചിട്ട് അതിന് പോയി പറഞ്ഞു കൊടുക്കൂലേ? ധാരാക്കിയ ജിറു സിറാജിക്ക ജിറു നമുക്ക് ഇത് പോസ് ചെയ്ത് നിൽക്കാണല്ലോ. ആക്ച്വലി ജിറാഫ് ഓടുന്നതാണ് നല്ല രസം. അങ്ങനെ ഒഴുകി ഒഴുകി പോണവര് ആക്ച്വലി ഓടിക്കും. പൂച്ചട്ടെ അപ്പൊ കണ്ടിട്ടോ, അതിനെ കണ്ടിട്ടൊക്കെ എന്തോ ഒരു പാവം തോന്നുന്നു. ഇത്ര കണ്ടൊരു പാവം തോന്നില്ല ജിറാഫിനുണ്ടല്ലേ? ജിറാഫിന് മാന്നെ പാവാണ്ട് ചുന്തൊക്കെ അതിനോട് ചവിട്ട് പിടിക്കണ്ടല്ലോ. 40 ദിവസം മൂത്രം പോല. സിംഹത്തിനൊക്കെ തെറിപ്പിക്കണ കാലാണ്. പക്ഷെ ഇത് ചെറിയ കുട്ടി വന്നിട്ട് കേട്ടോ. ജിറാഫ് എത്ര കാലം വലിപ്പുണ്ടാവും. എങ്ങനെ നിൽക്കുക, ഏതോ 2 അന്തല്ലാത്തവറ്റുകൾ വന്നു പറഞ്ഞുണ്ട്. എന്റെ മുഖമൊക്കെ നോക്കിയാ മോളോ അപ്പൊ ജാവും കണ്ടോ? കുട്ടിയല്ലേ കൺമിഷൊക്കെ ഇട്ട് ഇതുണ്ടല്ലോ. അവിടെയുള്ള പക്ഷികളുമായിട്ട് എന്തോ സംസാരിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ ആ മരത്തിൽ ഫുള്ള് പക്ഷികളാ. ഇങ്ങനെ വർത്താനം അറിയാൻ വേണ്ടിയൊക്കെ ഓല് തമ്മിൽ പ്രശ്നമില്ലല്ലോ. ഇവരൊക്കെ സസ്യ ബുക്കുകളല്ലേ, ഓല് തമ്മിൽ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ വർത്താനൊക്കെ അറിയാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ചിലപ്പോ സിംഹ വൈക്കുണ്ട്, അയില പോയിക്കണ്, അങ്ങനൊക്കെ പറയാൻ വേണ്ടി. ഇന്നലെ ഇതിൽ കൂടെ ഒക്കെ വരുന്ന കണ്ടിനി. ഇങ്ങനൊക്കെ എന്തൊരു തള്ളാവട്ടെ. സീബ്ര ഏതായാലും പാഞ്ഞ് തടിയപ്പി. അവിടെയൊക്കെ കയറ്റാം. ആനകൾ കൂട്ടത്തോരെ സംഹരിക്കുന്നുണ്ട് അവിടെ. ആന സംഹാരം. ഇത് സംഹാര താണ്ഡവം. എവിടെ അടുത്തേക്ക് എത്തിട്ട് നമ്മള് പോണേ. ഒരാള് അവിടെ ഒറ്റക്ക് ഉണ്ട്. ഓനോ നേതാവ് കേറ്റി പാർക്ക് ചെയ്തു. ഇങ്ങനെ പോവാണ് സംഭവം. ഇതെല്ലാവരും പിന്നാമ്പുറം കാണിച്ചു തരുന്നേ. ഇന്ന് പിന്നാമ്പുറം, നാളെ മുന്നാമ്പുറം, നാളെ ഉമ്മറം.
അലമ്പാൽ തിന്നോളി, ഇതിനെ കൊയിച്ചടിക്കണേ. തിന്നോ, അഞ്ഞത്താ വാരി തരണോ? ഓലെ സംബന്ധിച്ചുള്ളവർക്ക് ഒരു കടലമണി മതി. അത് മതി, അത് കൊണ്ട് പോലും വെള്ളം അറിയില്ലേ. ഈ പാറിക്കല് മക്കളെ. നമ്മളെ കയ്യിലുള്ള കടല പൊറുക്കി തിന്നണ കിളി. ഇതേത് കിളിയാണ്? ഇത് ലംബക്കി. ലംബക്കി കിളി. എന്താണ് അങ്ങനെ ഒരു പേര് കാക്കേ? ഇത് ഇത് ലംബക്കി. പൊളി സാധനം. സിംഹവും പുലിയും ഒക്കെ ഉള്ള കാട്ടുകൂടങ്ങൾ നടന്നിട്ടുണ്ടോ? ഇവിടെ നടക്കാൻ പറ്റും. പൊള്ളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനമാണ്. എജ്ജാതി എന്ന് പറഞ്ഞാൽ എജ്ജാതി സ്ഥലം അറിയോ? അവിടെ ഉണ്ടോ സിംഹം ഉള്ളത്? ലൈൻ റോക്സ്. അപ്പോൾ ഈ ഏരിയ സിംഹത്തിൻ്റെ ഏരിയയാണ്. നമ്മളെ വണ്ടി ഇത് ആഫ്രിക്കൻ കാട്ടുകൂടെ, സിംഹവും പുലിയൊക്കെ ഉള്ള കാട്ടുകൂടെ നമ്മളെ വണ്ടി ഇതേ പറന്ന് വരുന്നേ. ഓ പൊളിയോ പൊളി, എജ്ജാതിയോ മോനെ, ഒരു രക്ഷയില്ല. ഓ എൻ്റെ അമ്മോ, പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഓൻ്റെ വണ്ടിയും കാണുന്നില്ല, ഇന്നിയും കാണുന്നില്ല, റോഡും കാണുന്നില്ല, മൊത്തത്തിൽ പൊടി. എൻ്റെ അമ്മോ, എൻ്റെ മൂക്ക് പോയി. ഇതിൻ്റെ അടി കൂടെ ഇനി വല്ല മൃഗങ്ങൾ വന്ന് ഓനെയും കാണൂല. ഇനി ആചാരി പൊടിയോ, ഒന്ന് പൊടിയൊന്ന് പോയി കിട്ടുന്നത്. ആകെ പൊടി എന്ന് പറഞ്ഞാൽ അല്ലാ. ഇവിടെ കഥാ സിംഹത്തിൻ്റെ ഒക്കെ കാൽപാതൊക്കെ ഇതാ ഇവിടെ. ആ ചങ്ങായി ഇതാ പിന്നെ ഇത് കൂടെ പൊടിയും പാർപ്പിച്ച് പോകുന്നു. എവിടെയാണ്, എങ്ങോട്ടാണ് ഒരുക്കാൻ? ഇതേത് ജില്ല, ഇതേത് നാട്? ഒന്ന് കണ്ണും കാണില്ല, ഒന്നും കാണില്ല. അല്ല, ഏതായാലേ ഒന്നൊന്നര എക്സ്പീരിയൻസ് ആട്ടോ. ആഫ്രിക്കയ്ക്ക് കയറിപ്പോരി മക്കളെ. ഇതിനേക്കാൾ വലിയൊരു എൻജോയ്മെൻ്റ് എന്താ ഉള്ളത്? കാട്ടുകൂടെ അവരെ അന്വേഷിച്ച്, അവരെ സംഭവങ്ങളും തേടി, അവരെ നാട്ടിൽ കൂടെ. ഇതാ വരുന്നേ പൊടിയും പാറിപ്പിച്ച്. മെല്ലെ മോനെ. പൊളി സാധനം. തുറക്കി പോണട്ടോ. ലയൺസ് റോക്ക് എന്നൊക്കെ പറഞ്ഞ് സിംഹം ഇതൊക്കെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്ഥലത്തേക്കാട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ലയൺ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാണണം, സൂക്ഷിച്ച് നോക്കണം. അതെ, മറ്റുള്ള മൃഗങ്ങളെ കണ്ടു. പിന്നെ നമുക്ക് എല്ലായിടത്തും നമ്മൾ പോണ വൈക്കൽ വരെ കാണുന്ന മൃഗങ്ങളാണ്. അപ്പോൾ സിംഹത്തിനെ കണ്ടില്ലേ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതിൽ കാര്യമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ് നേരത്തെ വിളിച്ചാൽ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അതാണ് പിന്നെ ആളുടെ പ്രതീക്ഷ. ഇത് റോക്ക് പറഞ്ഞൊരു 1.5 റോക്ക് തന്നെയാണ് കേട്ടോ. നല്ല 1.5 റോക്ക് തന്നെയാണ്. ഫുള്ള് കൂണുകളാണല്ലേ മഷ്റൂംസ്. എനിക്ക് വല്ല പോയ സാധനങ്ങളാണ് ഉണ്ടാവും ഇവിടെ മേലക്ക്. ഇങ്ങോട്ട് സൂക്ഷിച്ച് നോക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മളെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കണ്ട. ഇത് ഞാനെല്ലാവരും ഇങ്ങനെ നിൽക്കണ്ടാവും ഇവിടെ എവിടെയെങ്കിലും. ഇവിടെ കയറിനോടത്തോ പണിയാവോ? ഇറങ്ങാൻ പോവാ.
അല്ലേ നോക്കാൻ ഇല്ലേ അവിടെ ഒന്നുമില്ല. അത് മറ്റേ ഇതാണ് പൂളക്കൊമ്പ്. മുള്ളുമരൊന്നുമില്ലേ? വണ്ടികൾ അവിടുന്ന് വരുന്നേ. എവിടുന്ന്? എല്ലാം കൂടി കുറെ ആൾക്കാരുണ്ടോ? എന്നാ അങ്ങോട്ട് പോവാ. കുറെ വണ്ടികൾ വരിക്കാം. ഇവിടെ സിംഹത്തിന്റെ കുന്ന്, സിംഹക്കല്ല് പറഞ്ഞിട്ട് ഇവിടെ ഒരു തേങ്ങയും കാണില്ല. അതാ ശരിയാണ്, അവിടെതാ സഫാരി ഒക്കെ താഴത്താട്ടോ. ഇവിടെ ആരും ഇല്ല. അതുകൊണ്ട് എല്ലാം കൂടി പുറത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിയാവോ. നേരെ പോട്ടെ. ഓക്കെ അണ്ടറിലിട്ടാലോ ഒരു വെറൈറ്റി കൂട്ടത്തിൽ ഒരു ചോപ്പ് വണ്ടി കിടക്കട്ടെ. ഫുള്ള് സഫാരി വണ്ടികളല്ലേ കൊറേ വരുന്നത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട്. സെന്ററിൽ ഒരു ചുവന്ന വണ്ടി കിടക്കട്ടെ. അങ്ങോട്ട് പോണേ എന്തോ കൂട്ടം തെറ്റിയാണ്ട് രണ്ടെണ്ണം അങ്ങോട്ട്. കൂട്ടം പോലും കിട്ടൂല. ഒരു പേരെ അതാ അവൻ അങ്ങോട്ട് പോയി, മറ്റോ ഇങ്ങോട്ട് പോയി. നമ്മളെല്ലാരും കൂടി ഇങ്ങനെ പോവല്ലാതെ. ഞാൻ അവിടെ വേറെ ഷോപ്പ് ഉണ്ടോ? മേലെ മാത്രം ഷോപ്പ്. നമുക്ക് ഇവലെ പിന്നാലെ പോയി നോക്കിയാലോ. എന്താ മരം ഇപ്പം വരുമല്ലോന്നും വിളിക്കാറില്ല. നമുക്ക് അവിടെ ലേക്കിനോട് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം. ഓക്കെ അഞ്ചാത് റൂട്ടാ നോക്കി. പൊട്ടിപ്പാറിച്ച് സിംഹത്തിനും തെരഞ്ഞ ആൾക്കാർ തലങ്ങും വിലങ്ങും പാറാണ്. കാണാതായ തെരഞ്ഞെടുക്കുന്ന മാതിരില്ലേ? ആരോ എവിടെ മിസ്സായ മാതിരി ആൾക്കാർ തലങ്ങും വിലങ്ങും പായാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് അടുത്ത ടീം ഇതാ പായാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടിയോ? ഒരു കുഞ്ഞാപ്പും കൊണ്ടുവരില്ല കേട്ടോ. ഇതെല്ലാവരും അങ്ങോട്ട് പോയാൽ അവിടെ എന്തുണ്ടായ കുറച്ച് ഓൾക്ക് ഇഷ്ടമുള്ള റൂട്ടിന് ഇങ്ങനെ പോവാണ് അല്ലേ? നയിക്കോട്ടെ തന്നെ പോവാ. നമ്മൾ ഇതിലൊക്കെ അങ്ങോട്ട് വരെ പോയല്ലേ നേരത്തെ. ഒരാള് സിംഹത്തിന്റെ കോലം കെട്ടിച്ചാണ്ട് ഇവിടെ പതിഞ്ഞിങ്ങനെ കിടന്നാ നീക്കരുത്. അങ്ങനല്ല, ഒറിജിനൽ സിംഹം വന്ന സിംഹത്തിന് മനസ്സിലാവില്ലേ ഇതെന്തോ ഞമ്മക്ക് പറ്റിയ സാധനമാണ്, നല്ല സ്മെല്ല് കിട്ടൂലേ, ചൂട്. അതോടുകൂടി തീരുമാനമാവും. സായിപ്പുമാരത്തെ ക്യാമറയില് പാറിന്റെ മേലെ കൊണ്ടേക്ക് എടുത്ത് സിംഹത്തിന്റെ കോലത്തില് സായിപ്പുമാരത്തെ ക്യാമറ സൂം ചെയ്തല്ലേ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്താണ് ഒരു നാട്ടിലൊക്കെ പോയി സിംഹത്തിനെ കണ്ടു കാണിച്ചത്. സൂം ചെയ്ത് നോക്കുമ്പോണ്ടോ നമ്മളെ ആൾക്കാർ ഇങ്ങനെ സുരാജ് ഉണ്ടല്ലോ മറ്റേ ചട്ടമ്പിയാളില് മമ്മൂട്ടിനെ പറ്റിച്ചാണ്ട് അതേമാതിരി ഉണ്ടാവും. ആരോട് പറയില്ല പല്ലയ്യ. റോഡൊക്കെ റോഡാ കൊറേ നേരം ഇത് നിങ്ങളെ റോഡച്ചേ എനിക്ക് ഭയങ്കര ഇഷ്ടായത്. ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ നിൽക്കും. ഞാൻ ആ ഏരിയയിലേക്ക് നോക്കിയറ്റേ. നിങ്ങൾ അവിടെ ഉണ്ടാവുമ്പോ എനിക്കൊരു മെസ്സേജ് തന്നാ മതി. ഞാൻ വിസിലിട്ടാ. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങോട്ട് വരിക. പിന്നെ വരണ്ട, നിങ്ങൾ വിസിലിട്ടാ മതി. ഞാൻ വരാം. ലയൻസ് റോക്കിന്റെ അടുത്ത് തന്നെ ഇറക്കിങ്ങോട്ട് പോണല്ലേ. ചുറ്റും സിംഹങ്ങളാണ്, ഇതിന്റെ മേലെ സിംഹങ്ങളാണ്, ഇതിന്റെ സൈഡിൽ സിംഹങ്ങളാണ് പറഞ്ഞിട്ടേ ഒറ്റ ഒന്നിന് പോലും. പിന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നാടൻ നായിനെ പോലും കാണാനില്ലല്ലോ ഇവിടെ. അതാണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മനസ്സ് നന്നാവണം. അതുകൊണ്ട് സിംഹത്തിന്റെ അല്ല കൂടെ പോരുന്നേ. പക്ഷെ ആ ലേക്കിലും ഇല്ലല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങയില്ല അതിനുള്ളില്, വെറുതെ നമ്മള് പറ്റിച്ചാണ്. എവിടെ ഇല്ലെങ്കിലും ആ ലേക്കില് മൃഗങ്ങളുണ്ട്. കാരണം അവിടെ ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു മുതലെങ്കിലും ഉണ്ടെങ്കിലേ ഒരു സമാധാനം. അതുമില്ല. മുതലെന്നൊരു മുതല് ഞമ്മടുത്ത് കേറില്ല. മുതലെന്നെ പേടിപ്പിച്ചു വിട്ട മുതലാണത്. എന്റെ മുതലൊക്കെ ഓടിയ ഓട്ടം, മുതലൊക്കെ ചാടി മറിഞ്ഞ് മടലൊക്കെ ഉണ്ട് എറിഞ്ഞ മാതിരി. അതുകൊണ്ട് മറ്റേന്റെ മേത്ത് കൂടെ ഒക്കെ വീട്. പിന്നെ ഒരു തിരക്കായി അവിടെ പോവാൻ സ്ഥലല്ലേ തിരിച്ച്. ആദ്യം അവസാനം വന്ന വലിയതില്ലേ അതിനാകെ അന്തം വിട്ടി. എന്താ ബാക്കിൽ വലിയ ആളെ മുന്നിൽ നടക്കാൻ വരാറിന് പോകുന്നത്. ആ മുതൽ എന്തായാലും അവിടെ പോയി എല്ലാ മുതലോട് പറഞ്ഞെടുത്തിട്ടുണ്ടാവും.
അങ്ങോട്ട് പോണ്ട ഏരിയ ഉണ്ട്, നായ്ക്കളുണ്ട്, എന്തിട്ടാലും പോയിരുന്നു പറഞ്ഞില്ലോ. ഒന്നൊന്നര സീനത് എത്രയാണ് അവിടെയൊക്കെ നിന്ന് ചിരിച്ചിക്കണത്. അത് കിളീനങ്ങനെ ആട്ടി ആട്ടി കൊണ്ടുവരുന്നയാള് ചോദിച്ചോക്കണം ചോദിച്ചത്. മറ്റാളല്ലേ. ഹലോ, how are you? Have you spot any lion anywhere? Did you spot any lion? Oh, which area? ഫസ്റ്റ് റൈറ്റ് റോഡ്. This way. Some other place. Oh, okay. Yeah. But you have to go until the end of this. If I will wait there, any chance to see? Yeah. Okay. Okay, thank you, sir. Right. അവസാനം പറഞ്ഞില്ലേ ട്രെയിൻ. അതത്രേ ഉള്ളൂ. ഒരു ഒന്ന് പോണീന് പറയാൻ വയ്യല്ലോ. ആ റോഡിൽ നിന്ന് വിട്ടോക്കണം എന്നാ. ഇവിടെ സിംഹം ഉണ്ട് എന്നാ പറയണേ. ഒരു സിംഹത്തിനെ കണ്ടു എന്നാ പറയണേ. എന്നാ അങ്ങോട്ട് പോയി നോക്കുക. അതൊന്നും ഓണേരൊന്നല്ല, ഓല അവിടെ കണ്ടു എന്നാ പറഞ്ഞേ. സിംഹം ഇപ്പൊ ഈ നേരത്തെ അവിടെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ റൗണ്ട് അടക്കം ഇപ്പൊ 13ാമത്തെ റൗണ്ട് അടിക്കാൻ പോണേ. ഏത് ലാൻഡ് റോക്സിന്റെ അടുത്ത് തന്നെ പറഞ്ഞേ. മേൽക്കൂക്കിയാ മതി കാണുന്നു. വർത്താനം അപ്പൊ അവിടെ ഉണ്ടാവുകയാണെങ്കിലേ ഇതിപ്പോ കാണാഞ്ഞി സിംഹം വരുന്നുണ്ട് നോക്കിട്ട് ഞാൻ ഇവിടെ നേരത്തെ സീബ്ര കണ്ടില്ല. പവും പോയോ വിവരണങ്ങളെല്ലാം പറഞ്ഞു ഇനി ജീവന്റെ മുന്നിൽ അങ്ങനെ അല്ല വൈകുന്നേരം ആവുന്നോട് കൂടി എല്ലാം കാണു പറഞ്ഞ പിന്നെ വൈകുന്നേരം ഒക്കെപ്പാടെ പോയല്ലോ ഇവിടെ. എല്ലാവരും പോയി, എല്ലാവരും വരികയുണ്ട്. ഇഷ്ടം പോലെ എല്ലാവരും പോയിട്ടോ. ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങള് റൗണ്ട് അടിച്ച് വരാറിന് പോയതിന് ഒക്കെ പോയിക്കണ്. സിംഹവും പുലിയും പോയിട്ട് സീബ്രനെ പോലും കാണാനില്ല. ആഫ്രിക്കയിലെ പാർക്കിനുള്ളിൽ കയറിയിട്ട് ഇതാ അവസ്ഥ. ഇവരൊക്കെ നോക്കിക്കണുണ്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചീറ്റുണ്ട്. അവിടെ കുറേ മറ്റേ സീബ്രകളുണ്ട്. ആ സീബ്രൻ്റെ അടുത്ത് ഒരു ചീറ്റുണ്ട് ആ മരത്തിൻ്റെ അടുത്ത്. കണ്ടോ എവിടെ? അതാ ആ മരത്തിൻ്റെ അടുത്ത്, ആ കാണുന്ന മരത്തിൻ്റെ അടുത്ത്. മെല്ലെ ഇങ്ങനെ നടക്കില്ലേ, ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? പക്ഷെ ഇത് ഈ ഗോപ്രോണ്ട് സൂം ചെയ്യില്ല. നിങ്ങളതിൽ സൂം ചെയ്തെടുത്തോളി. എന്നിട്ട് ആ സീബ്രകൾ അതിൻ്റെ അടുത്തേക്കാണല്ലോ നടക്കണ്. ഓല് ഈ നേരത്തെ പറഞ്ഞാലേ ഓല് പള്ളടിച്ച് തിന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ മുന്നിക്ക് അങ്ങനെ പോയി കൊടുക്കുക. അങ്ങോട്ട് ഫോളോ ചെയ്യണേ ഓലാട്ടോ പറയണ്. ഇവിടെ എടുത്തണോ? ആഫ്രിക്കൻ വരാന്തരങ്ങളിലൂടെ കക്ക എന്താ പക്ഷെ അങ്ങനെ ചിരിക്കല്ലേ. ജാതി സീനാണിത്. മറ്റേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതും ആ റോഡും ചുറ്റുള്ള കുറ്റിച്ചെടിയും നമ്മളെ സംബന്ധിച്ചോളം നമ്മള് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്താൽ ആൾക്കാർക്ക് നമ്മളൊന്നും പറയേണ്ടിയില്ല. വീഡിയോ എടുത്താൽ മതി, ബാക്കിയൊക്കെ നമ്മള് കണ്ടോളാം അറിയും. അങ്ങനെ നമ്മള് ലയൺസ് റോക്സിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് നോക്ക് ഗൈസ്, അവിടെ വെളിച്ചടിക്കൊണ്ട് കാണാൻ ഒരു 10 സിനിമെങ്കിലും ഇപ്പൊ കഴിഞ്ഞു പോയിണ്ടാവും. വെളിച്ചടിച്ചിട്ട് കാണാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ സിനിമ എല്ലാം ഇവിടെ ഉണ്ടാവുന്നല്ല പറഞ്ഞേ. കൂട്ടം കൂടി നിൽക്കാരോ 10 ചെല്ലട്ടെ നമുക്ക് ഓണടിച്ചാണ്ട്. അങ്ങനെയല്ല, അപ്പൊ ഓൽക്കതൊരു ഇതാവൂലേ, ശല്യാവൂലേ? അല്ലെങ്കിൽ ഓണടിച്ചാണ്ട് എല്ലാത്തിനും പറപ്പിച്ചു വിടാം. ഒരു സിംഹം ഒറ്റൊന്ന് ഇവൽക്കിപ്പോ എന്താ ഇഷ്ടമുള്ള മൃഗങ്ങളെ മാനെ തേനെ എന്ത് വേണമെങ്കിൽ ഒരാള് ചോദിക്കാനും ആര് ചോദിക്കും. ഇഷ്ടമുള്ള പോലെ കൂടെ പോവാ, കല്യാണത്ത് കൊണ്ട, കുറിന്റെ അയച്ചു കൊടുക്കണ്ട, വണ്ടിന്റെ അടവടക്കണ്ട, ഓഞ്ഞ പോലെ ജീവിക്കുക. റോഡിന് പോലെ ലെഫ്റ്റ് രാവിലെ മുതൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാ മൃഗങ്ങളെയും കണ്ടു, പക്ഷെ സിംഹത്തിനെ കണ്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരു ചീറ്റ, ഒരു മിന്നായം പോലെ കണ്ട്.
പക്ഷേ ലൈനിനെ കാണില്ല. ലൈനിന് തപ്പി 7 മണിയായി. ഞങ്ങളെ സമയം കഴിഞ്ഞു, 6:30 സമയം കഴിഞ്ഞു. അത് 7 മണിയും കഴിഞ്ഞു. ഇപ്പം ഞങ്ങളെ മാപ്പിൽ നോക്കിയിട്ട് തിരിച്ചു പോകാനുള്ള വഴി തെരഞ്ഞുകൊണ്ടിരിക്കുക. വഴി തെരഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു നേരത്തും അവസാന നിമിഷവും ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട്, കിട്ടുമായിരിക്കും. കിട്ടിയില്ലെങ്കിൽ സാരല്ല, ഇനി നമ്മൾ ടാൻസാനിയക്കല്ല പോണ്. അവിടെ നമുക്ക് അടിപൊളി സംഭവങ്ങൾ വേറെ കിട്ടും. 41 5Cക്കാണ് പോണത് ഇപ്പം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പ്രതീക്ഷിക്കല്ലേ? അതെ, ആഫ്രിക്കയിലല്ലേ, എന്തായാലും കിട്ടും. ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടും. വേറെ കാര്യം പ്രതീക്ഷ ഒരിക്കലും നമ്മള് സിംഹത്തിന് കൊല്ലണ്ട. അപ്പൊ ഈ സിംഹത്തിന് എന്നിട്ട് അതിനെ നമുക്ക് ചികിത്സിക്കും. പിന്നെ രക്ഷപ്പെട്ടോട്ടെ, കൊല്ലണ്ട. എന്താലേ, 2 മനുഷ്യന്മാര് രാവിലെ തൊട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ളിലൂടെ അങ്ങനെ തെണ്ടി നടക്കുക. ഇത്ര നേരം ഏതായാലേ ഇതിന്റെ ഉള്ളിൽ വഴികൾ പഠിച്ചു ഞങ്ങൾ ഏകദേശമൊക്കെ. 6:30 തുടങ്ങിക്കണ് യാത്ര. 12 മണിക്കൂറിന്റെ മേലെ നമ്മളിവിടെ ചെലവഴിച്ച്. പക്ഷെ കിട്ടിട്ടോ ഒരു ചീറ്റനെ കിട്ടി. പക്ഷെ ഈ ലാസ്റ്റ് ടൈമിലാണ് കിട്ടിയ ലൈറ്റ് പോകാൻ നേരത്ത്. ഇവിടെ സാധനം വാങ്ങിയാലോ? അതെ. അപ്പൊ നമ്മളെ സാവോ നാഷണൽ പാർക്കിന്റെ ഉള്ളിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി തീർന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.